ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷന് വേണ്ടിയിട്ട് ഡേ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കൂട്ടുകാരെല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണല്ലേ? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഇവിടെ കൂട്ടുകാരുടെ ക്ലാസ്സും അതുപോലെ തന്നെ എത്ര സമയമാണ് എക്സാമിനുള്ളതെന്നും ഏതാണ് എക്സാമിൻ്റെ വിഷയമെന്നും അതുപോലെ നിങ്ങളുടെ പേരും സ്കൂളിൻ്റെ പേരും ഒക്കെ എഴുതാനായിട്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടുകാരൊന്ന് വായിക്കുക. തൊട്ട് താഴെ നിർദ്ദേശങ്ങളുണ്ടാവും, അതും നന്നായി വായിച്ച് മനസ്സിലാക്കുക. നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം കൂട്ടുകാർ ഉത്തരം എഴുതുക. 1 മുതൽ 5 വരെയുള്ള പ്രവർത്തനം നമ്മൾ ഒന്നാമത്തെ ദിവസത്തെ എക്സാമിൽ ചെയ്തതായിരുന്നു. ഇനി നോക്കൂ, പ്രവർത്തനം 6, ചിണ്ടൻ്റെ പൂന്തോട്ടം. ചിണ്ടൻ ചുണ്ടലിയുടെ പൂന്തോട്ടത്തിൻ്റെ ചിത്രത്തിന് നിറം നൽകിക്കോളൂ. ചിത്രത്തിൽ നടുവിൽ കാണുന്നത് ഒരു വിശേഷപ്പെട്ട പൂവാണ്. അതിന് ചുവപ്പ് നിറം നൽകണം. നമുക്ക് ഈ ചിത്രത്തിന് അല്ലെങ്കിൽ ഈ പൂന്തോട്ടത്തിന് നമുക്ക് നിറം കൊടുക്കാം. ആരുടെ പൂന്തോട്ടമാണ്? ചിണ്ടൻ ചുണ്ടലിയുടെ പൂന്തോട്ടമാണ്. പൂന്തോട്ടത്തിന് മനോഹരമായ നിറം കൊടുക്കാം. കൊടുത്തോളൂ. ഹായ്, നല്ല ഭംഗിയുണ്ടല്ലേ കൂട്ടുകാരെ? ഇനി നടുവിൽ നിൽക്കുന്ന പൂവിന് ചുവന്ന നിറം കൊടുത്താലോ? ഹായ്, നല്ല ഭംഗിയുണ്ട്. പൂന്തോട്ടത്തിലെ കാഴ്ചകൾ ഉൾപ്പെടുത്തി വിവരണം തയ്യാറാക്കൂ. കുറഞ്ഞത് 5 വാക്യങ്ങളെങ്കിലും കൂട്ടുകാർ തയ്യാറാക്കണം കേട്ടോ. നമുക്ക് എഴുതി നോക്കാം. പൂന്തോട്ടത്തിൽ മാവും അതിൽ നിറയെ മാങ്ങകളുമുണ്ട്. പക്ഷികൾ പറന്നു പോകുന്നത് കാണാം. ഒരു തത്തമ്മ മരത്തിലിരിക്കുന്നതും കാണാം. ഒത്തിരി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണുന്നില്ലേ? പൂന്തോട്ടത്തിന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നത് നമുക്ക് കാണാം. പ്രവർത്തനം 7, പൂന്തോട്ടത്തിലെ കൂട്ടുകാർ. ചിണ്ടൻ്റെ പൂന്തോട്ടത്തിലെ കൂട്ടുകാരെ നോക്കി നീതുവും കൂട്ടുകാരും പാടുന്നത് നോക്കൂ. വരികൾ കൂട്ടിച്ചേർത്തു പാടാം. ഇവിടെ ഒരു കുരുവിയെ കാണാമല്ലേ? നമുക്ക് പാടി നോക്കാം. പൂന്തോട്ടത്തിൽ പാറുന്ന കുറുകുറെ പാടി പാറുന്ന വെള്ളക്കുപ്പായക്കാരാ, കൂടെ ഞാനും പോന്നോട്ടെ. അടുത്ത ആരാളുള്ളത്? കൂക്കൂ പാടുന്ന കുയിലമ്മയാണ്. നമുക്ക് വരികൾ കൂട്ടിച്ചേർക്കാം. പൂന്തോട്ടത്തിൽ പാടുന്ന കൂക്കൂ പാടി പാറുന്ന കറുത്ത കുപ്പായക്കാരാ, കൂടെ ഞാനും പോന്നോട്ടെ. അടുത്ത് കിയോം കിയോ എന്ന് വിളിക്കുന്ന കുഞ്ഞിക്കുരുവിയെ നോക്കാം. നമുക്ക് വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാം. എഴുതിക്കോളൂ. പൂന്തോട്ടത്തിൽ പാടുന്ന കിയോ കിയോ പാടി പാറുന്ന ചുവന്ന കുപ്പായക്കാരാ, കൂടെ ഞാനും പോന്നോട്ടെ. ഇതുപോലെ വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാൻ കൂട്ടുകാർക്ക് എക്സാമിന് ചോദിക്കാം. അത് കൂട്ടുകാർ എഴുതുമല്ലോ അല്ലേ? പ്രവർത്തനം 8, പൂന്തോട്ടം നിർമ്മിക്കാം. സ്കൂളിൽ തോട്ടം ഒരുക്കണം. നീതുവും കൂട്ടുകാരും തോട്ടത്തിലേക്ക് വേണ്ടുന്ന ചെടികളുടെ ലിസ്റ്റ് തയ്യാറാക്കി. ആ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചീര, ചേന, മുല്ല, ചെമ്പരത്തി, ചേമ്പ്, റോസ്, മരച്ചീനി, പയർ, മത്തൻ, കരിമ്പ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നോക്കാം. ചെടികളെ പട്ടികപ്പെടുത്തൂ. എങ്ങനെയാ പട്ടികപ്പെടുത്തുക? വിത്ത് മുളച്ചുണ്ടാവുന്നവയെന്നും കായ മുളച്ചുണ്ടാവുന്നവയെന്നും തണ്ട് മുളച്ചുണ്ടാവുന്നവയെന്നും നമുക്ക് 3 ചെടികളെ പട്ടികപ്പെടുത്തിയാലോ? എഴുതിക്കോളൂ. വിത്ത് മുളച്ചുണ്ടാകുന്നത് ചീര, പയർ, മത്തൻ. കായ മുളച്ചുണ്ടാകുന്നത് ചേന, ചേമ്പ്, കരിമ്പ്. തണ്ട് മുളച്ചുണ്ടാകുന്നത് മുല്ല, ചെമ്പരത്തി, റോസ്, മരച്ചീനി. പ്രവർത്തനം 9, അടുത്തതേത്? വിട്ടുപോയ സ്ഥലങ്ങളിൽ സംഖ്യകൾ കണ്ടെത്തി എഴുതൂ. ഇതുപോലുള്ള പാറ്റേണുകൾ രൂപപ്പെടുത്താൻ ഒത്തിരി ചോദ്യങ്ങൾ കൂട്ടുകാർക്ക് ചോദിക്കാം. അപ്പോൾ പാറ്റേൺ എഴുതാൻ പഠിച്ചു വെച്ചിരിക്കുമല്ലോ അല്ലേ? നോക്കൂ. 100, 102, 104, 106, 108, 110, 112, 114. അടുത്തത് നോക്കാം.
17, 20, 23, 26, 29, 32, 35, 38. അടുത്ത ആദ്യത്തെ 3 സംഖ്യകൾ തന്നിട്ടുണ്ട്, 2 എണ്ണം വിട്ടുപോയിട്ടുണ്ട്. എഴുതിക്കോളൂ. 40, 36, 32, 28, 24. കുറഞ്ഞാണ് പോകുന്നത്. അടുത്ത് നോക്കൂ. 110, 100, 90, 80, 70, 60. ഇതും കുറഞ്ഞാണ് പോകുന്നതല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ഞാനുണ്ടാക്കിയ സംഖ്യാ പാറ്റേൺ. നമുക്കും ഒരു സംഖ്യാ പാറ്റേൺ ഉണ്ടാക്കാം. ഉണ്ടാക്കി നോക്കൂ. 15, 30, 45, 60. പ്രവർത്തനം 10. തിന്നാം. നീതുവും കൂട്ടുകാരും പാട്ടുപാടി കളിക്കുകയാണ്. ചീരയില തിന്നാം, വാഴയില തിന്നാം, ചേ. ഇലകൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടെത്തി എഴുതാമോ? എഴുതാം. വാഴയില എന്തൊക്കെ പ്രയോജനങ്ങളാണുള്ളത്? ഭക്ഷണം കഴിക്കാൻ, പലഹാരങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ വാഴയില നമ്മൾ ഉപയോഗിക്കാറുണ്ട്. തെങ്ങോല എന്തൊക്കെ പ്രയോജനങ്ങളാണുള്ളത്? ഓലമെടയാം, ചൂല് നിർമ്മിക്കാം. ചീര ഭക്ഷിക്കാം, ഔഷധത്തിനും ഉപയോഗിക്കാം. തുളസിയില തലയിൽ ചൂടാം, ഔഷധത്തിനും ഉപയോഗിക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ 2ാമത്തെ ദിവസത്തെ എക്സാമും എഴുതി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത എക്സാം സ്പെഷ്യലുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു.